2023 ഏറ്റവും നല്ല ക്രിസ്ത്യൻ സിനിമയ്ക്കുള്ള ഇന്റർനാഷണൽ ക്രിസ്ത്യൻ വിഷ്വൽ മീഡിയ ഗോൾഡൻ ക്രൗൺ അവാർഡ് നേടി ദി ഫേസ് ഓഫ് ദി ഫേസ്ലെസ്. അമേരിക്കയിലെ ടെന്നീസിൽ നടന്ന ചടങ്ങിൽ സിനിമയുടെ സംവിധായകനായ ഷെയ്സൺ പി ഔസേബ്, നിർമ്മാതാവായ സാന്ദ്ര ഡിസൂസ റാണ എന്നിവർ ഈ ആദരണീയമായ അംഗീകാരം ഏറ്റുവാങ്ങി. അടിസ്ഥാന ജനതയുടെ വിമോചനത്തിനായി രക്തസാക്ഷിയായ മലയാളി സന്യാസിനിയായ റാണി മരിയുടെ കഥ പറയുന്ന ചിത്രമാണിത്. 70-പരം രാജ്യങ്ങളിലെ 100-ലധികം ക്രിസ്തീയ സിനിമകളിൽ നിന്നാണ് ദി ഫേസ് ഓഫ് ദി ഫേസ്ലെസ് ഏറ്റവും നല്ല അന്താരാഷ്ട്ര ചലച്ചിത്രമായി തിരഞ്ഞെടുത്തത്. കേരളത്തിൽ ഇതിനോടകം തന്നെ വിജയകരമായി പ്രദർശനം നടത്തിയ ഈ ചിത്രം ലോകമെമ്പാടും 50-ലധികം അംഗീകാരങ്ങൾ നേടുകയും ഓസ്കാർ നോമിനേഷനുകൾക്ക് അർഹത നേടുകയും ചെയ്തിരുന്നു. സ്പെയിനിലെ വലൻസിയയിലെ ക്യാമ്പനാർ പ്രദേശത്തെ 14-നില കെട്ടിടത്തിലുണ്ടായ തീപിടുത്തത്തിൽ മരിച്ചവർക്ക് ആദരാഞ്ജലി അർപ്പിച്ച് ഫ്രാൻസിസ് പാപ്പ. വലൻസിയയിലെ ആർച്ച് ബിഷപ്പായ എൻഡിക് ബെനവന്റിന് വത്തിക്കാൻ സെക്രട്ടറി കർദിനാൾ പിയത്രോ പരോലിന് അയച്ച കത്തിലാണ് ഫ്രാൻസിസ് പാപ്പ അവരെ അനുസ്മരിക്കുന്നതായി അറിയിച്ചത്. ജീവഹാനി ഉണ്ടാകുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും കാണാതാകുകയും ചെയ്ത ഭയാനകമായ തീപിടുത്തത്തെക്കുറിച്ചുള്ള വാർത്തകൾ പാപ്പ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണ്. നോമ്പിലെ പ്രത്യേക പ്രാർത്ഥനകളുടെ പാപ്പ മരണമടഞ്ഞവരെ ദൈവത്തിന്റെ കരുണയ്ക്ക് സമർപ്പിക്കുകയും തീപിടുത്തം സാരമായി ബാധിച്ചവരെയും കുടുംബങ്ങളെയും തന്റെ ആത്മീയ സാന്നിധ്യം അറിയിക്കുകയും ചെയ്യുന്നുവെന്ന് കർദിനാൾ പരോലിൻ പറഞ്ഞു. യൂറോപ്പിലെയും ലോകമെമ്പാടുമുള്ള കത്തോലിക്കരോടും ഉക്രൈനിലെ ജനങ്ങളുടെ നിരന്തരമായ കഷ്ടപ്പാടുകൾ മറക്കരുതെന്ന് അഭ്യർത്ഥിച്ച് കീവിലെ മേജർ ആർച്ച് ബിഷപ്പ് സ്വിയറ്റോസ്ലാവ് ഷെവ്ചുക് വത്തിക്കാൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിനിടയിലാണ് അദ്ദേഹം ലോകമെമ്പാടുമുള്ള ജനത്തോട് ഉക്രൈനെ മറക്കരുത് എന്ന് അഭ്യർത്ഥിച്ചത്. അതേസമയം ഇതുവരെ നൽകിയ പിന്തുണയ്ക്കും ഐക്യദാർഢ്യത്തിനും അദ്ദേഹം നന്ദി അറിയിച്ചു. ഞങ്ങളുടെ ജനങ്ങൾക്ക് സമാധാനം നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥനയോടെ കർത്താവിനോട് അപേക്ഷിക്കുന്നു. ഈ യുദ്ധം എത്രയും വേഗം അവസാനിക്കട്ടെ. കഷ്ടതകളിൽ നിന്നും മരണത്തിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കാൻ അവനോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. എന്നാൽ നാം ചോദിക്കുന്നതിലും കൂടുതൽ നൽകാൻ അവൻ തയ്യാറാണെന്ന് നാം അറിഞ്ഞിരിക്കണമെന്നും ഇത് ഞങ്ങൾക്ക് പ്രതീക്ഷ നൽകുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. റഷ്യ ഉക്രൈനു മേലുള്ള അധിനിവേശം ആരംഭിച്ച് 2 വർഷം പിന്നിട്ടിട്ടും കുടിയൊഴിപ്പിക്കപ്പെട്ട ജനത്തിനും ദുരിതമനുഭവിക്കുന്നവർക്കും ഭൗതികവും ആത്മീയവുമായ സഹായം എത്തിക്കുന്നതിനുള്ള തങ്ങളുടെ ശ്രമങ്ങൾ തുടർന്ന് കത്തോലിക്ക സന്നദ്ധ സംഘടനയായ നൈറ്റ്സ് ഓഫ് കൊളംബസ് 22 മില്യൺ സമാഹരിച്ച സംഘടന 7.7 മില്യൺ പൗണ്ടിന്റെ സാധനങ്ങൾ യുദ്ധത്തിന്റെ ഇരകൾക്ക് വിതരണം ചെയ്തു. അധിനിവേശം ആരംഭിച്ച ദിവസങ്ങൾക്കുള്ളിൽ തന്നെ തങ്ങളുടെ പദ്ധതികൾ നൈറ്റ് ഓഫ് കൊളംബസ് ആരംഭിച്ചിരുന്നു. യുദ്ധത്തെ തുടർന്ന് രാജ്യത്തെ നിരവധി വിധവകളും അനാഥരുമാണ് ഏറ്റവും കഷ്ടത അനുഭവിക്കുന്നതെന്നും ഇപ്പോൾ ആവശ്യം എന്നത്തെയും പോലെ വലുതാണെന്നും കിഴക്കൻ യൂറോപ്പിലെ നൈറ്റ്സ് ഓഫ് കൊളംബസിന്റെ ഹെഡ് റിലീഫ് സംഘാടകരിൽ ഒരാളായ സിമോൺ സിസക് പറഞ്ഞു. സത്യസഭയെ അനുദിനം അറിയുവാൻ, സഭയെ സ്നേഹിക്കാൻ സൺഡേ ശാലോം യൂട്യൂബ് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.